ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിൽ തന്നെ ഒരു റൂമുകളിൽ അത്യാവശ്യമായ ഒരു ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്ന കബോർഡ് സിസ്റ്റത്തെക്കുറിച്ചാണ്. കബോർഡ് പണ്ടൊക്കെയാണെങ്കിൽ നമുക്ക് അലമാരി കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓൾറെഡി നമ്മുടെ റൂമുകളിൽ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അത് ഫീൽഡ് ഔട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ കബോർഡിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ ഡ്രസ്സിങ് ഏരിയ കൂടി അറ്റാച്ച് ചെയ്യുന്ന ഒരു ചെറിയൊരു യൂണിറ്റ് കൂടി അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ കണ്ണാടിയുടെ സിസ്റ്റം ഒക്കെ ആണെങ്കിലും ആ ലെവലിലേക്ക് തന്നെ പുതിയ മോഡേൺ ടെക്നോളജിയിലേക്ക് നമ്മുടെ വീടുകളുടെ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ നമുക്ക് പുതിയൊരു മോഡൽ സിസ്റ്റമാണ്. മൾട്ടിവുഡ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. മൾട്ടിവുഡാണ് വെച്ചിട്ടാണ് ഈ കബോർഡ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഓൾറെഡി നനവോ കാര്യങ്ങളോ ഈർപ്പമോ ഒന്നും അടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാത്ത ഒരു മെറ്റീരിയലാണ് മൾട്ടിവുഡ്. മറ്റ് ഇതിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ മരത്തിൻ്റെ അതുപോലെ തന്നെ മെറ്റീരിയൽ ഉപേക്ഷിച്ച് പ്ലൈവുഡ് അതുപോലെയൊക്കെ അതിനൊക്കെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ചെറിയ ഈർപ്പം അടിച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ്. പക്ഷേ മൾട്ടിവുഡ് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ വളരെ നനവോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചാൽ തന്നെ വലിയ പ്രശ്നമില്ലാത്തൊരു മേഖലയാണ്. പക്ഷേ ഇതിന് ചെറിയൊരു ഫാൾട്ട് കൂടി ഞാൻ പറയാം. ഓൾറെഡി നമുക്ക് ഇതിൽ വെച്ചിരിക്കുന്ന ഇഞ്ചസും അതുപോലെ തന്നെ സ്ക്രൂകളും നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ലൂസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പിന്നീട് അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ഒരു സ്ക്രൂ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. മൾട്ടിവുഡ് അങ്ങനെ ഒരു ചെറിയൊരു ഫാൾട്ട് കൂടിയുണ്ട്. നമ്മൾ പറയുമ്പോൾ നമുക്കതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും കൂടി പറയണം. ഇത് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്ന ഒരു കബോർഡാണ്. കബോർഡ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അത് ചെയ്യാം. റൂമിലേക്ക് ആവശ്യമായ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ചെറിയ ചെറിയ കോളങ്ങളിൽ സെപ്പറേറ്റ് വയ്ക്കുന്നതിനും അതുപോലെ തന്നെ ഡ്രസ്സ് ഹാങ്ങറിൽ തൂക്കിയിടുന്നതിനും കാര്യങ്ങളും എല്ലാം വരുന്ന രീതിയിൽ തന്നെയാണ്. സെപ്പറേറ്റ് ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഹാങ്ങറത്തെ കാര്യങ്ങളെല്ലാം തൂക്കിയിടുകയും ചെയ്യാൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനും വേണ്ടിയിട്ട് തന്നെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മൾട്ടിവുഡ് ആയതുകൊണ്ട് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ഭയങ്കര ഒരു ഗ്ലോസി ഫിനിഷിങ് നമുക്ക് മൾട്ടിവുഡിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ അതായത് ഒരു റൂമിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രയും പെർഫെക്ഷൻ നമുക്ക് മൾട്ടിവുഡിൽ നിന്ന് കിട്ടും. ഇതിപ്പോൾ സെപ്പറേറ്റ് ഡ്രോ കൂടി ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്രയും പെർഫെക്ഷനായിട്ട് നമുക്ക് മൾട്ടിവുഡിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. മൾട്ടിവുഡിൽ നമുക്ക് വേണമെങ്കിൽ ഡിസൈനുകളൊക്കെ ചെയ്ത് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ തേക്ക് അത് ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് നമ്മൾ വിചാരിക്കും തേക്ക് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈട്ടി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ മഹാഗണി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ അല്ലെങ്കിൽ അക്വേഷ്യ, അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും മൾട്ടിവുഡിൽ ചെയ്താൽ നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ട് കാണാൻ സാധിക്കും. ഞാൻ അതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ താങ്ക്സ് എന്നാൽ.